അതിപ്പോ തീരുമാനിക്കേണ്ടത് പാലക്കാട് ജില്ല മാത്രമല്ല, കേരളത്തിൽ ഒട്ടേറെ പേര് മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടുണ്ട്. അവരെല്ലാം യോഗ്യതയുള്ള ആളുകളുണ്ട് നിയമസഭയിൽ മത്സരിക്കാനൊക്കെ. അതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് അന്തിമമായി മുനിസിപ്പൽ ചെയർമാൻ മത്സരിക്കണോ, വീണ്ടും MLA-മാരായിട്ടുള്ള ആളുകൾ മത്സരിക്കണോ, MP-മാർ മത്സരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ അന്തിമമായി AICC ആണ് എടുക്കുക. അഭിപ്രായങ്ങൾ പല കാര്യത്തിലും ചോദിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു. സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ളവരാരാണ് ചോദിച്ചു. ജില്ലയിലെ കോർ കമ്മിറ്റി പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് ചർച്ചകൾ നടക്കും. UDF-ന്റെ സീറ്റ് വിഭജനം പൂർത്തിയായതിനു ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കും. എല്ലാവരുമായിട്ടും ആലോചിച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അല്ല, അതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. MP-മാർ മത്സരിക്കണോ, അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് വിലയിരുത്തുന്നത് AICC മാത്രമാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ ഇല്ല. അങ്ങനെ പാർട്ടിയിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നു. UDF അറിഞ്ഞിട്ടില്ല, കോൺഗ്രസിന് നേതൃത്വം അറിഞ്ഞിട്ടില്ല. അത് സമൂഹ മാധ്യമങ്ങൾ തൽപര കക്ഷികൾ പലരും അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. മാത്രമല്ല, അന്തിമമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുന്നത് നിങ്ങൾക്കറിയാം AICC ആണ്, ഹൈക്കമാൻഡാണ്. അതിന്റെ പ്രോസസ്സ് നടന്നു വരികയാണ്. അതുമായിട്ട് ആലോചനകളും ചർച്ചകളും സീറ്റ് വെച്ച് മാറുന്നതിനെ കുറിച്ചൊക്കെ ഉന്നത തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അന്തിമ തീരുമാനമായാൽ നിങ്ങളെ ഞങ്ങളുടെ നേതൃത്വം കൃത്യമായിട്ട് വിളിച്ചറിയിക്കും. ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയില്ല. പിന്നെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങളൊക്കെ പല രീതിയിൽ ഇപ്പോൾ പുറത്തു വരാൻ പല മീഡിയ ഉണ്ട്. ഇപ്പൊ പണ്ട് ചാനൽ പത്രത്തിലാണ് വന്നിരുന്നത്, പിന്നെ ചാനലായി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വയം സ്ഥാനാർത്ഥികളായിട്ടൊക്കെ പറയുന്ന പലരും ഉണ്ട്. അതൊന്നും നിങ്ങൾ ഗൌരവത്തിലെടുക്കേണ്ട. അന്തിമമായി AICC പ്രഖ്യാപിക്കും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. പാലക്കാട് നല്ല ഊർജ്ജസ്വലനായിട്ടുള്ള പാലക്കാട് മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കും. അല്ല, ഊർജ്ജസ്വലൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കഴിവുള്ള ഒരാളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിലൊന്നും തീരുമാനിച്ചു. ഊർജ്ജസ്വലത എന്ന് പറഞ്ഞാൽ വനിതയ്ക്കും പുരുഷനൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാവും. ഊർജ്ജസ്വലതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട്. മറ്റു പാർട്ടികളിൽ നിന്ന് മാറി വന്നവർ കോൺഗ്രസിലേക്ക് മാറി വരട്ടെ. കോൺഗ്രസിലേക്ക് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും പാർട്ടിയിലുള്ള പ്രവർത്തകർ ആ പാർട്ടിയെ മനമെടുത്ത് അല്ലെങ്കിൽ നയങ്ങളിൽ വ്യതിചലിച്ച് പാർട്ടി പോകുന്നു കണ്ട് അവർ സ്വയം തിരുത്തി വരുമ്പോൾ സ്വീകരിക്കാൻ കോൺഗ്രസ് ഉണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. സന്ദീപ് വാര്യരെ ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ചതാണല്ലോ. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പരിഗണനയിലുണ്ട്. ആ പരിഗണനയൊക്കെ ഞങ്ങൾ കോൺഗ്രസ് വിശാലമായ അർത്ഥത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആരും അയോഗ്യരായിട്ടുള്ളവരാരും ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കില്ല. സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചാൽ അവരാണ് സ്ഥാനാർത്ഥി. അതിൽ ഒറ്റക്കെട്ടായി അത് ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിപ്പോ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇമാജിനേറ്റ് ചെയ്ത് പറയാൻ എനിക്ക് കഴിവില്ല. അത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ പരിശോധിക്കുന്ന പാർട്ടിയുണ്ട്. പാർട്ടിക്ക് നേതാക്കന്മാരുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ്, സംവിധാനമാണ്. ആ സംവിധാനം പരിശോധിക്കും. എന്തു വന്നാലും UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് പാലക്കാട് ഇത്തവണ റെക്കോർഡ് മുന്നേറ്റമാണ് UDF-ന് അനുകൂലമായിട്ടുണ്ടാകുക. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച നേതാവ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ആ വിഭാഗീയത കൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് അനുഭവിക്കുന്ന നിൽക്കുന്നുണ്ട്. അവരെല്ലാം അവരുടെയൊക്കെ അഭിപ്രായം മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിയുന്നത്, അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് പാലക്കാടായിരിക്കും.